കുടുംബ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ റസൂലുള്ള പറഞ്ഞു തന്ന ഒരു 3-4 കാര്യങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് നമുക്ക് വിട പറയാൻ കഴിയണം. അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ, റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും നല്ല കുടുംബമാരുടേതാ? ഏറ്റവും നല്ല കുടുംബ ജീവിതമാരുടേതാ? നമ്മുടെയൊക്കെ വിചാരമുണ്ട്, ഇന്നിപ്പോ സോഷ്യൽ മീഡിയയില് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കുറെ ബ്ലോഗ് ചെയ്യുന്ന ആളുകൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഇറങ്ങിയിട്ടുണ്ട്. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിൽ പല ചങ്ങാതിമാരും ബ്ലോഗ് ചെയ്യുന്നൊരു ബ്ലോഗുണ്ട്. എന്താ ബ്ലോഗ് ചെയ്യുക? വീട്ടിൽ നോമ്പ് തുറ, പെണ്ണുങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നതും, പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറി പാചകം ചെയ്യണതും, പെണ്ണുങ്ങൾ നിസ്കരിക്കുന്നതടക്കം എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വന്തം നാണമില്ലാത്ത, ഉളുപ്പില്ലാത്ത, നട്ടലില്ലാത്ത ചില ചങ്ങാതിമാര്, ഭർത്താക്കന്മാര് സ്വന്തം ഭാര്യ നിസ്കരിക്കുന്നത് പോലും എന്റെ പ്രിയപ്പെട്ടവരെ വീഡിയോ എടുത്തിട്ട് റമളാൻ മാസത്തിൽ എന്റെ ഭാര്യ നിസ്കരിക്കുന്നുണ്ട്, എന്റെ ഭാര്യ നോമ്പ് പിടിക്കുന്നുണ്ട് എന്നിങ്ങനെ വീഡിയോ പിടിച്ച് ബ്ലോഗ് ചെയ്യുന്ന ചില ചങ്ങാതിമാരുണ്ട്. പിന്നെ ചില ആളുകളുണ്ട്, ഈ പെണ്ണ് നിസ്കരിക്കുന്ന സമയത്ത്, ഭാര്യ നിസ്കരിക്കുന്ന സമയത്ത് ഭാര്യയുടെ മടിയിൽ വന്ന് ഭർത്താക്കന്മാരിങ്ങനെ തലവെച്ച് കിടന്നിട്ട് അതൊരു വീഡിയോ ആക്കിയിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും ഒരു BGM കയറ്റിയിട്ട് അത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ഇട്ടിട്ട് ഒരുപാട് ആളുകൾ കാണുമ്പോ 10 ലക്ഷം പേരും 50 ലക്ഷം പേരും 10,000 20,000 പേര് കാണുമ്പോ അതാണ് കുടുംബ ജീവിതം എന്ന് കരുതുന്ന ചില ആളുകൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. അതെന്റെ പ്രിയപ്പെട്ടവരെ റസൂലുള്ള പറഞ്ഞ കുടുംബ ജീവിതമല്ല. അത് റസൂലുള്ള പറഞ്ഞ കുടുംബ ജീവിതമല്ല. ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ വീഡിയോ എടുത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോ അതെന്റെ പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു ദാമ്പത്തിക ജീവിതത്തിലും എന്റെ പ്രിയപ്പെട്ടവരെ പെടില്ല. അല്ലാഹുവേ, ഞങ്ങൾ അങ്ങനെയുള്ള കുടുംബ ജീവിതത്തൊട്ട് കാത്തിരിക്കണ റഹ്മാനെ, ഈമാൻ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ഞാൻ നിങ്ങളോട് പറയാ, പൈസ വേണം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പ. ഉസ്താദെ, ഞങ്ങൾക്ക് പൈസ വേണം ഉസ്താദെ എന്ന് ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പ. ആരുമില്ല, ആരുമില്ല. ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ എന്തായാലും പൈസ വേണം. നമ്മൾ പൈസ വേണ്ട എന്ന് പറയും. ഇപ്പൊ നാളെ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റുകാർ വന്നിട്ട് ഇവിടെ സ്ക്യൂബ ഡൈവിങ്ങിന് പോവാ, പൈസ ഒന്നില്ലെന്ന് പറഞ്ഞാ നമ്മൾ ആ കടലിൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും? മുക്കിത്താക്കും. എല്ലാവർക്കും പൈസ വേണം, ജീവിക്കാൻ പൈസ വേണ്ടേ? പൈസ വേണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പൈസ വേണോ? പൈസ ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ മാർഗവേദ? പൈസ ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ മാർഗവേദ? ഇന്നിപ്പോ ഞാൻ പറഞ്ഞു തരുന്ന പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരെ സമ്പത്ത് നൽകും. അതെങ്ങനാ? കല്യാണം കഴിക്കുക. ആദ്യം ഒരു പെണ്ണ് കെട്ടിയിട്ട് യൂട്യൂബ് ചാനൽ ഇല്ലാത്തവരാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. എന്നിട്ട് സ്വന്തം ഭാര്യയുടെ വീഡിയോ നിങ്ങൾ പിടിച്ചിട്ട് യൂട്യൂബിൽ ഇട്ട് നോക്ക്. അത് കാണാൻ ആളുകളുണ്ട്, ഷെയർ ചെയ്യാൻ ആളുകളുണ്ട്, ടാഗ് ചെയ്യാൻ ആളുകളുണ്ട്. ഇപ്പൊ ഒരു ആൺകുട്ടി സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങി നോക്കി. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങി. ഓന്റെ ചാനൽ കാണാൻ ആളുകളൊന്നും ഉണ്ടാവില്ല. ഓനൊരു കല്യാണം കഴിച്ചിട്ട് സ്വന്തം പെണ്ണുമ്പളായിട്ട് പൊണ്ടാട്ടിയായിട്ട് ഒരു ബ്ലോഗ് ചെയ്ത് നോക്ക്. അത് കാണാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ആണുങ്ങളുടെ ബഹളമാണ്. അല്ലാഹു കാത്തിരിക്കട്ടെ. എന്നിട്ട് അതിൻ്റെ ഇടയിൽ വന്നിട്ട് മാഷാ അല്ലാ, സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ ഇങ്ങനെ കമന്റ് ഇടുന്ന നട്ടലില്ലാത്ത ചങ്ങാതിമാർ അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതൊന്നുമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ദാമ്പത്തിക ജീവിതം എന്ന് പറയണത്. നബി തങ്ങൾ പറയാ, 3 കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം അൽഹംദുലില്ലാ ഖൈറായി ബറക്കത്തായി എന്ന് നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കാര്യങ്ങൾ? 3 കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരിയുടെ സഹോദരന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം റാഹത്തിലായി ബറക്കത്തിലായി എന്ന് നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 1, ഒരു വാഹനം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി വെച്ചോ, അൽഹംദുലില്ലാ നിങ്ങളുടെ ജീവിതം റാഹത്തായി. എന്തുണ്ടെങ്കിൽ ഒരു വാഹനം നിങ്ങൾക്കുണ്ടെങ്കിൽ. ഇനി ഉസ്താദെ, ഞങ്ങളുടെ കയ്യിൽ ഇന്നോവ ഒന്നും ഇല്ല ഉസ്താദെ, ഞങ്ങളുടെ കയ്യിൽ മറ്റേ ഇക്കോ വണ്ടി അതില്ല ഉസ്താദെ, ഞങ്ങളുടെ കയ്യിൽ ഇവിടെ ഓടാൻ വേണ്ടി ബൈക്കൊന്നും ഇല്ല ഉസ്താദെ. ആയിക്കോട്ടെ, വേണ്ട. നിങ്ങൾക്ക് ഈ നാട്ടിൽ മാന്യമായിട്ട് ഓടിക്കാൻ ഒരു സൈക്കിളെങ്കിലും ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ പറഞ്ഞോ. 2, ഒരു മനോഹരമാകുന്ന വീടുണ്ടെങ്കിൽ എഴുതി വെച്ചോ, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ഖൈർ നൽകുന്ന മനോഹരമാകുന്ന ഒരു ബറക്കത്ത്. വീടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാനൊരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ചങ്ങാതി രാത്രി 11 മണിയായിട്ട് വീട്ടിൽ പോകണില്ല. അപ്പൊ ഞാൻ അവനോട് ചെന്നിട്ട് ചോദിച്ചു, മോനെ എടാ നീ എന്താ വീട്ടിൽ പോവാത്തെ?
തോന്നണില്ല ഉസ്താദെ. എന്താ പറഞ്ഞേ? വീട്ടിൽ പോകാൻ തോന്നണില്ല ഉസ്താദെ. ഞാൻ അതെന്താ വീട്ടിൽ പോകാൻ തോന്നാത്തെ? നിന്റെ ഭാര്യയും മക്കളും ഒക്കെ ഇല്ലേ? അതിൽ വലിയ കാര്യമൊന്നുമില്ല ഉസ്താദെ. ഞാൻ അതെന്താടാ വീട്ടിൽ ചെന്ന് ഭാര്യയുടെ മുഖം നോക്കുമ്പോ അടിവരലിൽ നിന്ന് പെരുത്ത് കയറി ഉസ്താദ് എന്നിട്ട് ചങ്ങാതി പറയും അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാവട്ടെ. വീടുണ്ടായിട്ട് കാര്യമില്ല, ബറക്കത്തുള്ള സമാധാനമുള്ള വീട് ഒരാൾക്കുണ്ടെങ്കിൽ എഴുതി വെച്ചോ, അൽഹംദുലില്ലാ അവരുടെ ജീവിതത്തിൽ അള്ളാഹു ഖൈർ നൽകുന്ന. മൂന്നാമത്തേതേതാ? ജീവിതത്തിൽ ഖൈർ ലഭിക്കണമെങ്കിലുള്ള മൂന്നാമത്തേതേതാ? അതിരുമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, സഹാബാ ജീവിതം ഖൈറാകണമെങ്കിലോ 3 കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹു തന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവരുടെ ദുനിയാവുണ്ടല്ലോ, അവരുടെ ആഖിറമുണ്ടല്ലോ അല്ലാഹു രക്ഷിക്കുന്നതാ. മഹാന്മാരാകുന്ന പണ്ഡിതന്മാരതാ പറയുകയാ, ഒന്നാമത്തത് വാഹനമാണെങ്കിലോ, രണ്ടാമത്തത് വീടാണെങ്കിലോ, മൂന്നാമത്തതേതാ ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, ഒരു സ്വാലിഹത്തായ ഭാര്യയുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾക്ക് അല്ലാഹു തന്നു കഴിഞ്ഞാൽ അവരുടെ ദുനിയാവുണ്ടല്ലോ, അവരുടെ ആഖിറമുണ്ടല്ലോ അല്ലാഹു തരുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, കുടുംബ ജീവിതത്തില് ബറക്കത്തില്ലെന്ന് പറയുന്നവരോട് പറയുകയോ, കുടുംബ ജീവിതത്തിൽ സന്തോഷമില്ലെന്ന് പറയുന്നവരെ കരന്നുകൊള്ളുക, ദുആ ചെയ്തുകൊള്ളുക, കരന്നുകൊണ്ട് ദുആ ചെയ്യുക. ചില ആളുകള് കരന്നുകൊണ്ട് പറയാറുണ്ട് ഭാര്യയ്ക്ക് സ്നേഹമില്ല, ഭർത്താവിന് സ്നേഹമില്ല എന്ന് പറയുന്നവരോട് പറയുകയാ, ലോകത്തിന്റെ നേതാവാകുന്ന നബി തങ്ങളതാ പറയുകയാ, സഹാബാ ഈ പറയുന്ന 3 കാര്യങ്ങള് ആരെങ്കിലും ഒരാളെന്റെ പ്രിയമുള്ളവരെ അവരുടെ കുടുംബ ജീവിതത്തിൽ കൊണ്ടുവന്ന, അവരുടെ കുടുംബ ജീവിതത്തിലുണ്ടല്ലോ അല്ലാഹു പടച്ച തമ്പുരാൻ ബറക്കത്ത് തരുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, പ്രിയമുള്ള സഹോദരിമാരോട് പറയുകയാ, പ്രിയമുള്ള ചെറുപ്പക്കാരോട് പറയുകയാ, കുടുംബ ജീവിതത്തിൽ ബറക്കത്തില്ലോ എന്ന് പറയുന്നവരോട് പറയുകയാ, ഈ പറയുന്ന 3 കാര്യങ്ങള് ആരെങ്കിലും ഒരാൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അവരുടെ കുടുംബ ജീവിതത്തിലുണ്ടല്ലോ അല്ലാഹു ബറക്കത്ത് തരുന്നതാ, അല്ലാഹു സന്തോഷം തരുന്നതാ. നാദാ ഇവിടെ ഇരിക്കുന്ന സാധുക്കളുടെ ദാമ്പത്തിക ജീവിതത്തില് ബറക്കത്ത് കൊടുക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. നബി തങ്ങൾ പറയാ, ഒരു സ്വാലിഹത്തായ ഭാര്യ ഒരാൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഉണ്ടെങ്കിൽ അവരുടെ ദുനിയാവും ആഖിറവും വിജയിച്ചെന്ന് നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറും ഒരു ഭാര്യയല്ല, സ്വാലിഹത്തായ ഭാര്യ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അവരുടെ ദുനിയാവും ആഖിറവും വിജയിച്ചെന്ന് നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ, റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ.